നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാമ്യ ഹർജി തള്ളിയതിനു പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിൽ ഹോസ്ദുർ കോടതിയിൽ ഹാജരാകുമെന്ന അഭ്യൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇതോടെ കോടതി പരിസരത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം മാത്രമല്ല മാധ്യമ പട അടക്കമുള്ളവർ വിന്യസിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ഡിവൈഎഫ്ഐ കൊടിയുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ മണിക്കൂറുകൾ കാത്തുനിന്നു രാഹുലിനെ ഉടൻ തന്നെ ഹോസ്ദുർ കോടതിയിൽ ഹാജരാകും എന്ന രീതിയിലുള്ള അഭ്യൂഹം പരന്നതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ അതുപോലെ തന്നെ പോലീസ് മാധ്യമപ്പടകളൊക്കെ അവിടെ തമ്പടിക്കുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ കസ്റ്റഡിയിലില്ലെന്നും കോടതിയിൽ ഹാജരാകാൻ സാധ്യതയുണ്ട് എന്ന വിവരം കിട്ടിയതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു സന്നാഹം അവിടെ ഉണ്ടായത്. രാഹുൽ കർണാടകയിലെ സുള്ളിയയിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു വിവരം. ഇതിന് പിന്നാലെയാണ് ഹോസ്ദുർ കോടതിയിൽ എത്തുമെന്ന സൂചന കിട്ടിയത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സന്നാഹം കോടതി പരിസരത്തെത്തിയത്. പോലീസിനെ വിന്യസിച്ചതോടെ ഡിവൈഎഫ്ഐ BJP പ്രവർത്തകരും കോടതി പരിസരത്തെത്തി. പൊതിച്ചോറുമായാണ് ഡിവൈഎഫ്ഐക്കാർ എത്തിയത്. അറിയാം, ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പലർക്കും ആ കാര്യത്തിൽ വലിയൊരു അമർഷം രാഹുൽ മങ്കൂട്ടത്തിനോടുണ്ട്. അതായത് പൊതിച്ചോറ് അത്രയധികം പരിഹസിച്ചതിന് രാഹുൽ മങ്കൂട്ടത്തിനോട് വലിയൊരു അമർഷം തന്നെ ഒരു വിഭാഗം വ്യക്തികൾക്കുണ്ട്. ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിനെ രാഹുൽ അധിക്ഷേപിച്ചത് കൊണ്ടാണ് പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐക്കാർ എത്തിയത്. മാത്രമല്ല പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ രാഹുൽ മങ്കൂട്ടത്തിന് പൊതിച്ചോറ് നൽകാം എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ഉയർന്നിരുന്നു. പീഡനക്കേസിൽ കേസെടുത്തതിന് പിന്നാലെയാണ് രാഹുൽ ഒളിവിൽ പോയത്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ വിവിധ ഇടങ്ങളിലായി രാഹുൽ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുൽ എത്തിയെന്നും വാർത്തയുണ്ടായിരുന്നു. അവിടെ നിന്നും മലയോര മേഖല വഴി കുടകിലൂടെ കർണാടകയിലെ സുള്ളിയിൽ എത്തിയിരിക്കുമെന്നാണ് കരുതുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോരുന്നുവെന്ന ആരോപണമൊക്കെ ശക്തമായിരുന്നു. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും 9ാം ദിവസം എത്തിയിരിക്കുന്നു. 9 ദിവസമായിട്ടും അന്വേഷണ സംഘത്തിന് രാഹുൽ മങ്കൂട്ടത്തിനെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കോടതി കൂടി അനുവദിച്ചിരിക്കുന്നു. അറസ്റ്റിന് തടസ്സമില്ല എന്ന് വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും പോലീസിന് സമ്മർദ്ദമേറുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നത് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുക എന്നത് വലിയൊരു ദൗത്യമായി മാറിയിരിക്കുകയാണ്. എന്താണ് രാഹുലിന്റെ നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഒരു ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. എന്തായാലും പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത്. മാത്രമല്ല ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും രാഹുലിന്റെ അഭിഭാഷകർ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ ബലാത്സംഗ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി കേസെടുത്തതോടെ രാഹുലിന് മുന്നിൽ നിയമവഴികൾ കടുപ്പമേറിയതാകുമെന്നാണ് നിയമവിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം 1 വർഷം പൂർത്തിയാകുന്ന ദിവസം തന്നെയാണ് രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമോ? കോടതി വിധിക്ക് പിന്നാലെ രാഹുലിന്റെ ഫോൺ കഴിഞ്ഞ ദിവസം ഓണായി. കീഴടക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് ഇതിനെ കരുതുന്നുണ്ട്. എന്തായാലും രാഹുൽ ബംഗളൂരിലേക്ക് കടന്നുവന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ആയിരിക്കുന്നത്. തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ്. ഇന്ന് പിടികൂടാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പ്രതികരണവുമായി മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക്. രാഹുൽ മങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണ്, അറസ്റ്റിന് തടസ്സമില്ല എന്ന് കോടതി പറയുകയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു രാഹുൽ ജയിലിൽ പോയാൽ തീർച്ചയായിട്ടും പുറത്തിറങ്ങും, അപ്പൊ പുറത്തിറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നിലവിലെ സാഹചര്യത്തിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം? ജാമ്യാപേക്ഷയൊക്കെ തള്ളിയ സാഹചര്യത്തിൽ എന്താണ് മെൻസ് അസോസിയേഷന്റെ ഒരു പ്രതികരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് മേൽക്കോടതിയിലോട്ട് വീണ്ടും പോകാവുന്ന അവസരമുണ്ട് നിലവിൽ. അദ്ദേഹം ഇപ്പോ മാറി നിൽക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഇനിയും ഉണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ ഇപ്പൊ രാഹുൽ ഈശ്വർ പോയതുപോലെ ജയിലിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സംഘടനാപരമായിട്ട് ഞങ്ങൾ പൂമാലയിട്ട് തന്നെ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അത് മുൻ നിലപാട് കറക്റ്റായിട്ട് തന്നെ പോകും. കാരണം എനിക്ക് എന്റെ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഒരു സർജറിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നിപ്പോ ഡോക്ടറെ കണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ പുള്ളി അടിയന്തരമായിട്ട് ഉടനെ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം, സ്ഥലത്തില്ലാതെ വരികയാണെങ്കിൽ മാത്രമേ അത് നടക്കാതെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ടും പൂമാലയിട്ട് സ്വീകരിക്കും, ഉറപ്പാണ്. ഇപ്പോ അറസ്റ്റ് തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പോ രാഹുൽ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ കീഴടങ്ങുന്നതാണോ അതോ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? എന്താണ് ഒരു വിലയിരുത്തൽ ആ ഒരു വിഷയത്തില്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടം മാറി നിന്ന് ബെയിൽ എടുക്കുന്നതാണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം
മുൻ എം എൽ എ ആയിട്ടുള്ള മുകേഷ്, പിന്നെ നമ്മുടെ സിനിമാ നടൻ സിദ്ദിഖ്, ഇങ്ങനെയുള്ളവരെല്ലാം ചെയ്തത് സുപ്രീം കോടതിയിൽ പോയിട്ട് ജാമ്യം നേടുകയാണ് ചെയ്തത്. അപ്പോൾ മേൽക്കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാര്യം ഈ സുപ്രീം കോടതി തന്നെ ഈ ഇടയ്ക്കും ഒരു പരാമർശം ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണ സമ്മതത്തോടുകൂടി സമ്മത പ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ പിന്നീട് വന്ന് അത് ബലാത്സംഗമെന്നോ പീഡനമെന്നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കോടതി പരാമർശം തന്നെ ഒരു വട്ടമല്ല ഒന്നിലധികം വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് സുപ്രീം കോടതി പോയാലും ജാമ്യം എടുക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്. അതാണ് അതിന്റെ ശരിയായിട്ടുള്ളത്. അദ്ദേഹം കാര്യം മാധ്യമങ്ങൾക്ക് എന്തിനാ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട കാര്യമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഈ മുഖ്യധാര മെയിനായിട്ട് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം, എന്തോ അദ്ദേഹം എന്തൊക്കെയോ അങ്ങ് ചെയ്തതുപോലെയാണ്. ഈ പെൺകുട്ടി ചെയ്യാത്ത എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ തന്നെ മറ്റേ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗർഭചിത്രം നടത്തി എന്നുള്ളത് ആ പെൺകുട്ടിയുടെ അണ്ണാക്കിലോട്ടൊന്നും മരുന്ന് കൊണ്ട് ഇട്ട് കൊടുത്തതല്ലല്ലോ, സ്വയം കഴിച്ചതല്ലേ. സ്വയം കഴിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആ പെൺകുട്ടിക്കാണ്. മനസ്സിലായില്ലേ? കാരണം ഒരു മാധ്യമ പ്രവർത്തകയല്ലേ. അപ്പോൾ മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഒരു മാതൃകയായിരിക്കേണ്ട ഒരു സ്ത്രീയാണ്. അവർ മറ്റുള്ളവർക്ക് തെറ്റ് പറ്റിയാൽ പോലും ഓരോ സ്ഥാനത്തിരിക്കുന്നവർക്ക് തെറ്റ് പറ്റാൻ പാടില്ല. അവർ മാധ്യമ പ്രവർത്തകയാണ്. ജനങ്ങൾ ഒരു അല്പമെങ്കിലും എവിടെയെങ്കിലും അവരെയൊക്കെ ബഹുമാനിക്കുന്നതാണ്. ഞാനുൾപ്പെടെയുള്ള മനുഷ്യര് കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരെന്ന് പറയുമ്പോൾ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ബഹുമാനിക്കുന്ന അവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള മൂന്നാംകിട എന്നോ അതിന് താഴോട്ടെന്നോ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. എന്താ പറയുക, ഒരാളിനെ ബലാത്സംഗം ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യമല്ലേ നടക്കത്തുള്ളൂ. ഇതിപ്പോ ഒന്നിലധികം പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് ബലാത്സംഗവും പീഡനവും അതിജീവിതം എന്നൊക്കെ പറഞ്ഞാലേ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു പ്രാവശ്യമാണെങ്കിൽ ഓക്കെ, ബലാത്സംഗം ചെയ്തു, ഓക്കെ. ഇല്ല, ഇനി ഏതെങ്കിലുമൊക്കെ പരാതിയും കൊണ്ട് വരുന്ന പിള്ളേരും അവരെ അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഒരു പ്രാവശ്യം ഇപ്പം ബലാത്സംഗം ചെയ്തു ഇന്നടുത്ത് ഏതെങ്കിലും രീതിയിൽ തെറ്റായിട്ടുള്ള മെസ്സേജിൽ കൂടി പറഞ്ഞും എന്താ പറയുക തെറ്റിദ്ധരിപ്പിച്ച് എവിടെ ഫ്ലാറ്റിലോ വീട്ടിലോ റൂമിലോ എവിടെയാണോ എങ്ങനെയാണ് കൊണ്ടുപോയത് അത് നമുക്ക് രാഹുൽ മാങ്കൂട്ടം ചെയ്ത് തെറ്റാണെന്ന് തന്നെ പറയാം. അല്ലാത്തൊരു കേസിൽ എന്താ പറയുക ചിരിച്ചുല്ലസിച്ച് ഹാപ്പി ആയിട്ട് പോയിട്ട് വന്ന് പിന്നീട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും കേസ് വന്നാൽ ആ പെൺകുട്ടിയുടെ പക്ഷത്തായിരിക്കണം നമ്മൾ, അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഇടപെടുന്നത്.